കണ്ടെത്തിയ തുരങ്കത്തിന്റെ വിശദാംശങ്ങൾ IDF എക്സിലൂടെ പങ്കുവച്ച വീഡിയോയിൽ വിശദീകരിച്ചു. തുരങ്കത്തിന് 7 കിലോമീറ്ററിലധികം നീളവും 25 മീറ്ററിലധികം ആഴവും 80 മുറികളും ഉണ്ടെന്നാണ് IDF പറയുന്നത്. ജനസാന്ദ്രതയേറിയ റഫ പ്രദേശത്തിന് താഴെയായും UNRWA കോമ്പൗണ്ടുകൾ, മസ്ജിദുകൾ, ക്ലിനിക്കുകൾ, കിൻഡർ ഗാർഡനുകൾ എന്നിവയ്ക്ക് അടിയിലൂടെയുമാണ് ഈ തുരങ്കം കടന്നുപോകുന്നത്. ആയുധങ്ങൾ സൂക്ഷിക്കുവാനും ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുവാനും കമാൻഡർമാർക്ക് തങ്ങാനുമായിരുന്നു ഹമാസ് ഈ തുരങ്കം ഉപയോഗിച്ചിരുന്നത്. മുതിർന്ന ഹമാസ് കമാൻഡർമാർ ഉപയോഗിച്ചിരുന്ന കമാൻഡ് പോസ്റ്റായി പ്രവർത്തിച്ച മുറികളും സൈന്യം കണ്ടെത്തി. ഇതിൽ ഹമാസ് നേതാവ് മുഹമ്മദ് സിൻവറിനൊപ്പം മെയ്യിൽ കൊല്ലപ്പെട്ട മുഹമ്മദ് ഷബാനയുടെ കമാൻഡ് പോസ്റ്റും ഉൾപ്പെടുന്നു. ലഫ്റ്റനന്റ് ഫാദർ ഗോൾഡിന്റെ മരണം സ്ഥിരീകരിക്കുന്നതിൽ പങ്കാളിയായ മർവാൻ അൽ ഹംസ എന്ന ഹമാസ് ഭീകരനെ അറസ്റ്റ് ചെയ്തതായി മറ്റൊരു പോസ്റ്റിൽ IDF അറിയിച്ചു. റഫയിലെ വൈറ്റ് ക്രൗണ്ട് തുരങ്കത്തിൽ ലഫ്റ്റനന്റ് ഗോൾഡിനെ അടക്കം ചെയ്ത സ്ഥലം ഇയാൾക്ക് അറിയാമായിരുന്നുവെന്നും IDF വ്യക്തമാക്കി. ഗോൾഡിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ കണ്ടെത്തി ഇസ്രായേലിൽ സംസ്കരിക്കുന്നതിനായി കഴിഞ്ഞ 6 മാസത്തിനിടെ നടന്ന രഹസ്യ ഓപ്പറേഷനുകളുടെ ഭാഗമായിരുന്നു 2025 ജൂലൈയിലെ ഈ ഓപ്പറേഷൻ. ഏകദേശം 6 ആഴ്ചയോളം പഴക്കമുള്ള വെടിനിർത്തൽ കരാർ ഇസ്രായേലും ഹമാസും പരസ്പരം ലംഘിക്കുന്നു എന്നാരോപിക്കുന്നതിനിടയിൽ മേഖലയിൽ പുതിയ ആക്രമണങ്ങൾ നടക്കുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്.